നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കാണ് ബൂളിയൻ ലോസ് ഓർ ലോസ് ഓഫ് ബൂളിയൻ ഓൾജിബ്ര. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ലോജിക് സർക്യൂട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലോജിക് സർക്യൂട്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ബൂളിയൻ ഓൾജിബ്ര. അപ്പോൾ ബൂളിയൻ ഓൾജിബ്ര വെച്ച് നമുക്ക് ആ ലോജിക് സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്യണം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബൂളിയൻ ലോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുറേ ലോസ് ഉണ്ട്, നമുക്ക് അതിൻ്റെ പ്രൂഫും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ലോസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഈ ലോ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ തന്നിരിക്കുന്ന വലിയ എക്സ്പ്രഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നൊരു സ്മോൾ എക്സ്പ്രഷനാക്കി മാറ്റുന്നത്. അപ്പോൾ എന്താ ഈ ബൂളിയൻ എക്സ്പ്രഷൻ ഉള്ളത് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റിനകത്ത് കണ്ടോ, അല്ലേ, ഈ കാണുന്നതാണ് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ. ഇതൊരു ബൂളിയൻ എക്സ്പ്രഷൻ, ഒരു വലിയ എക്സ്പ്രഷനാണ്. അതുകൊണ്ട് ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് എന്തായത് എ ബാർ പ്ലസ് പി ആയി മാറി. അപ്പോൾ ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ബൂളിയൻ ലോസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതൊരു സ്മോൾ എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി ലെവലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ വലിയ ലാർജ് എക്സ്പ്രഷനൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതുപോലെ സ്മോൾ ആയിട്ടുള്ള എക്സ്പ്രഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ബൂളിയൻ ലോസ് ഒന്ന് കാണാം. ഒന്നാമത്തെ ലോ ആണ് ഓർ ലോ എന്ന് പറയും. അതിൽ ഓരോന്നിനെയും നമ്മൾ ആക്സിയം 1 ഓരോന്നിനെയും ഓരോ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പം ഓർ ലോ നിങ്ങൾ അറിഞ്ഞിരിക്കണേ. ഓർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുന്ന ഓർ ലോ ആൻഡ് ലോ ഒക്കെയാണ് കൂടുതൽ ആവശ്യം വരുന്നത്. അപ്പോൾ ഇവിടെ ഓർ ഓപ്പറേഷൻ എന്താണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓർ ഓപ്പറേഷൻ ഓൾറെഡി നമ്മൾ കണ്ടതല്ലേ. 0 ഓർ ചെയ്യുമ്പോൾ 0 കിട്ടും, 0 1 ഓർ ചെയ്താൽ 1 കിട്ടും, നമ്മൾ പഠിച്ചതാണ്. ഓർ ലോ എന്ന് പറഞ്ഞാൽ A + 0 എന്ന് പറഞ്ഞാൽ A ആണ്, A + 1 ആണ്, A + A എന്ന് പറഞ്ഞാൽ A ആണ്, A + A ബാർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് ഒരു വേരിയബിളും ആ വേരിയബിളിൻ്റെ തന്നെ കോംപ്ലിമെൻറ്റ് തമ്മിൽ ഓർ ചെയ്താൽ ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും. സെയിം രണ്ട് വേരിയബിൾ തമ്മിൽ ഓർ ചെയ്താൽ ഇതിപ്പോൾ A ആവാം, B ആവാം, C ആവാം, C ബാർ ആവാം. ഇതിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ C ബാർ + C ബാർ എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ എന്താണത്, C ബാർ ആണ്, എന്തും ആവാം. അതുപോലെ തന്നെ ഒരു വേരിയബിളും ആ വേരിയബിളിൻ്റെ 1 ഓർ ചെയ്ത ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും. അതുകൊണ്ടാണ് 1 + A എന്താണ് 1 എന്ന് പറയുന്നത്. ഓക്കെ, 1 + A 1 + B 1 + C എന്തും ആയിക്കോട്ടെ, എന്തായിരിക്കും ആൻസർ, 1 ആയിരിക്കും. ഓക്കെ, അടുത്ത ലോയാണ് ആൻഡ് ലോ. അവിടെ പ്ലസ് ഇട്ടതിന് പകരം ആരിട്ടാൽ മതി, മൾട്ടിപ്ലിക്കേഷൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ A × 0 ആയിരിക്കുമല്ലോ, A × 1 A ആണ്, A × A എന്നാണ്, A × A ബാർ 0 ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. A × A ബാർ 0 ആയിരിക്കും. അടുത്ത ലോയാണ് കോംപ്ലിമെൻ്ററി ലോ. കോംപ്ലിമെൻ്ററി ലോ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സീറോയുടെ കോംപ്ലിമെൻറ്റ് നമ്മൾ പറയുന്ന പേരാണ് 0, അതിൻ്റെ കോംപ്ലിമെൻറ്റിനെ പറയുന്ന പേര് 1, 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0. അപ്പം എയുടെ വാല്യൂ 0 ആണെങ്കിൽ A ബാർ എത്രയായിരിക്കും, 1 ആയിരിക്കും. എയുടെ വാല്യൂ 1 ആണെങ്കിൽ A ബാർ എന്തായിരിക്കും, 0 ആയിരിക്കും. അതാണ് കോംപ്ലിമെൻ്റ് ലോ. അടുത്തിവിടെ ഒരു ലോ വന്നിട്ടുണ്ട്, ഡബിൾ നെഗേഷൻ ലോ. ഡബിൾ നെഗേഷൻ ലോ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ, A ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ A ആണ്. നിങ്ങളുടെ നോക്കിക്കേ, എയുടെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കാം. 0നെ കോംപ്ലിമെൻറ്റ് ചെയ്ത് എന്താ ആൻസർ കിട്ടും, 1 കിട്ടും. അതിൻ്റെ മേളിൽ ഒരു കോംപ്ലിമെൻ്റ് കിടപ്പുണ്ട്. അപ്പോൾ എഗെയിൻ 1നെ കോംപ്ലിമെൻറ്റ് ചെയ്ത് എന്ത് കിട്ടും, 0 കിട്ടും അല്ലേ. അപ്പോൾ എയുടെ വാല്യൂ എന്തായിരുന്നു, 0 അല്ലേ. കേട്ടോ, എയുടെ ഡബിൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, A തന്നെയാണ്. അതാണ് ഡബിൾ കോംപ്ലിമെൻ്റ് ലോ. ഒന്നുകൂടെ പറയാം, ഇഫ് എയുടെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ A ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, എയുടെ വാല്യൂ 1 അല്ലേ, 1ൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ്, 0. എഗെയിൻ ഒരു കോംപ്ലിമെൻ്റ്, ഇപ്പോൾ ഈ കോംപ്ലിമെൻ്റാണ് ഇവിടെ ചെയ്തത്. എഗെയിൻ ഒരു കോംപ്ലിമെൻ്റ് കിടപ്പുണ്ട് അല്ലേ. എഗെയിൻ 0യുടെ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും, 1. അപ്പം എയുടെ വാല്യൂ 1 ആയിരുന്നു. അപ്പോൾ A ഡബിൾ കോംപ്ലിമെൻറ്റ് എന്ത് തന്നെയാണ്, 1 ആണ്. സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് എയുടെ ഡബിൾ കോംപ്ലിമെൻറ്റ് A. ആ ലോയിനെ പറയുന്ന പേരാണ് ഡബിൾ കോംപ്ലിമെൻറ്റ് ലോ എന്നാണ് പറയുന്നത്. അടുത്ത 2 ലോസ് ഉണ്ട്, കമ്മ്യൂട്ടേറ്റീവ് ലോയും അസോസിയേറ്റീവ് ലോയും. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ A + B നമുക്ക് B + A എന്ന് എഴുതാം. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. A × B വേണേൽ B × A എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നാണ് പറയുന്നത് ഇൻ ബൂളിയൻ ഓൾജിബ്രയിൽ. അതുപോലെ തന്നെ അസോസിയേറ്റീവ് ലോ, A + B + C. ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ പുറത്ത് കിടപ്പുണ്ട്, ബാക്കി 2 എക്സ്പ്രഷൻ ബ്രാക്കറ്റിലാണെങ്കിൽ നമുക്ക് അതിനെ A + B + C എന്ന് മാറ്റി എഴുതാം. അതുപോലെ A × B × C ഇത് ബ്രാക്കറ്റിലും ഇവിടെ പുറത്തുമാണെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതുവാണെങ്കിൽ ഈ ലോയാണ് അസോസിയേറ്റീവ് ലോയാണ്. ഓക്കെ, ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചെടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അല്ലേ. അടുത്ത ലോയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയുടെ ഒക്കെ പ്രൂഫ് ചിലപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്നൊക്കെ പറയും. ഇതാണ് എല്ലാ ലോയ്ക്കകത്ത് 2 പ്രോപ്പർട്ടി ഉണ്ട്. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. A × B + C എന്ന് പറയുന്നാൽ AB + AC ആണ്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അല്ലേ. നമ്മളിപ്പം മാത്തമാറ്റിക്സ് ചെയ്യുന്ന പോലെ A × B + C നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെയല്ലേ AB + AC എന്ന് എഴുതാം.
ആ ലോയിനെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അതിനകത്ത് തന്നെ വേറൊരു ലോയും കൂടെ ഉണ്ട്. എ പ്ലസ് ബി സി ഈസിക്കൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി എന്ന് എഴുതാം. അതായത് എ പ്ലസ് ബി സിനെ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി എന്ന് എഴുതാം. കണ്ടോ, ഇതും തമ്മിലിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഇതാണ് നമ്മുടെ ലോ, ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഓക്കെ, ഇനി ഓർത്തിരിക്കാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പഠിച്ചാൽ മതി, നമുക്ക് മറ്റത് എഴുതാവുന്നതേ ഉള്ളേ. ഇവിടെ നോക്കി, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എ ഉണ്ട്, ഇവിടെ ഡോട്ട് ആണെങ്കിൽ അത് എന്തായി മാറി, ഇവിടെ പ്ലസ് ആയി മാറി. ഇവിടെ പ്ലസ് ആയിരുന്നത് ഇവിടെ എന്തായി, ഡോട്ടായി മാറി. ഇവിടെ ഡോട്ട് ആയിരുന്നത് ഇത് പ്ലസ് ആയി മാറി. ഇവിടെ എ ഇൻറ്റു സി, എയും സിയുടെ മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ ഇവിടെ എന്തായി, അത് എ പ്ലസ് സി ആയി. ഇവർ തമ്മിൽ ഇവിടെ പ്ലസ് കിടന്നപ്പോൾ ഇവിടെ അത് എന്തായി മാറി, ഡോട്ടായിട്ട് മാറി അല്ലേ. അപ്പം അങ്ങനെ വേണം ഓർത്തിരിക്കാം. നമ്മൾക്കൊരു ലോ പഠിക്കാറുണ്ട്, ഡുവാലിറ്റി റോ. അപ്പം അവിടെ ഡുവാലിറ്റിക്ക് അത് ഓറ് കിടക്കുന്നിടത്തെല്ലാം ഡോട്ടാക്കിയും ഡോട്ടിനെ എല്ലാം ഓറാക്കി എഴുതാമെന്നൊരു ലോ ഉണ്ട്. ആ ലോ വെച്ചിട്ടാണ് അത് എഴുതുന്നത്. അങ്ങനെയാണ് ആ ലോ കണ്ടുപിടിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ലോസാണ്. നമുക്കിത് പ്രൂവ് ചെയ്യണം. അതായത് ഈ എ പ്ലസ് ബി സി എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇതൊക്കെ ഓൾറെഡി പ്രൂവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഓരോരുത്തരും. അപ്പോൾ അതിനെ ആ ഡെറിവേഷനോടെ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പോവാം. അപ്പോൾ ഈ പ്രൂഫ് കാണിക്കാം. അപ്പോൾ നോക്കുക, നമ്മുടെ പ്രൂഫ് എന്താ, എ പ്ലസ് ബി സി ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോവല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ എ പ്ലസ് ബീനെ എനിക്ക് വേണമെങ്കിൽ എ ഇൻറ്റു 1 ബി സി എന്ന് എഴുതാൻ മേലെ എഴുതാം. അങ്ങനെ എഴുതിയത് തെറ്റാണോ? അല്ല അല്ലേ. എ പ്ലസ് ബി സിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. ഇനി നിങ്ങൾ നോക്കി, ഈ 1ന് പകരം എനിക്ക് വേണേൽ 1 പ്ലസ് ബി എന്ന് എഴുതാൻ മേലെ. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ്, എനിക്കിത് പ്രൂവ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ സ്റ്റെപ്പുകൾ വഴി പോയി കഴിഞ്ഞാൽ എനിക്ക് ആൻസർ കിട്ടും. ഉണ്ടോ, ലാസ്റ്റ് കണ്ട ആൻസർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കി, ഈ 1ന് പകരം എനിക്ക് 1 പ്ലസ് ബി എന്ന് തന്നെ എഴുതാൻ മേലെ എഴുതാം. 1 പ്ലസ് ബി എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 പ്ലസ് ബി എന്താണ്, 1 ആണ്. നമ്മൾ ഏതിനകത്ത് പഠിച്ചത്, ഓറിലേക്കകത്ത് പഠിച്ചിട്ടുണ്ട്. ബുക്ക് മറിച്ച് നോക്കുക. ഓക്കെ, അപ്പം ഞാൻ 1 പ്ലസ് ബി എന്ന് എഴുതി. ഇനി ഇവിടെ നോക്കി, ഇതെനിക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ മേലെ. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച ഡിസ്ട്രിബ്യൂട്ടിലോ ഇതുണ്ട്, ഡിസ്ട്രിബ്യൂട്ടിലോ കിടപ്പുണ്ട്. അതുപോലെ എനിക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാലോ. അതൊന്നും ഓർക്കണ്ടായില്ല. നമുക്ക് സാധാരണ നമുക്കൊരു ബ്രാക്കറ്റിന് പുറത്തൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ എ ഇൻറ്റു 1 എ പ്ലസ് എ ബി പ്ലസ് ബി സി എന്ന് എനിക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അല്ലേ. എഗെയിൻ ഈ 1ൻ്റെ സ്ഥാനത്തേക്ക് ഞാൻ 1 പ്ലസ് സി എന്നാണ് കിട്ടും. 1 പ്ലസ് സി എന്ത് തന്നെയാണ്, 1 തന്നെയല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 1ൻ്റെ സ്ഥാനത്ത് 1 പ്ലസ് സി ഇട്ടു. എഗെയിൻ ഞാൻ ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് വന്നു, എ ഇൻറ്റു 1 പ്ലസ് എ ഇൻറ്റു സി എ പ്ലസ് എ ബി പ്ലസ് ബി സി വന്നു. ഇനി ഒന്നുമില്ല, ഇനി എളുപ്പമാണ്. ഇനി ഉണ്ടല്ലോ, ഇത് നോക്കിക്കേ, ഈ എ ഇൻറ്റു 1നെ എ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ, എ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ, എയാ. അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, എയാ. അപ്പോൾ എ ഇൻറ്റു 1ന് പകരം എനിക്ക് വേണം എ ഇൻറ്റു എ എന്ന് എഴുതാൻ മേലെ എഴുതാം അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എ ഇൻറ്റു 1 എ ഇൻറ്റു എ നങ്ങാക്കി. ബാക്കി എ സി പ്ലസ് എ ബി പ്ലസ് ബി സി അവിടെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നോക്കി, ഇതിനകത്ത് എനിക്ക് എനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ മേലെ. ബാക്കി ഇവിടെ മിച്ചം ആരാ ഉള്ളത്, എ പ്ലസ് സി മിച്ചമുണ്ട് അല്ലേ. അതുപോലെ ഇതിനകത്ത് എനിക്ക് ബീനെ പുറത്തെടുക്കാൻ മേലെ. ബാക്കി ഇവിടെ മിച്ചം ആരാ ഉള്ളത്, എ പ്ലസ് സി ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കി, ഇത് മൊത്തം ഒന്ന് കൺസിഡർ ചെയ്തേ. മൊത്തത്തിനകത്ത് നോക്കി, ഇതിനകത്ത് എ പ്ലസ് സി ഉണ്ട്, ഇതിനകത്ത് എ പ്ലസ് സി ഉണ്ട്. അപ്പോൾ എനിക്ക് എ പ്ലസ് സിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ മേലെ. പിന്നെ ഇനി ആരേ മിച്ചമുള്ളൂ, ഇവിടെ ഒരു എയും മിച്ചമുണ്ട്, ഇവിടെ ഒരു ബിയും മിച്ചമുണ്ട്. അപ്പം എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി എന്ന് ഞാൻ എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. ഇനി സാധാരണ നമ്മളെപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസിക്കൽ ടു അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസിക്കൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്നാണ് നമ്മളെപ്പോഴും പ്രൂവ് ചെയ്യാറ് അല്ലേ. ഇതാണ് ഏറ്റവും പ്രിഫർ ആയിട്ടുള്ള ഡെറിവേഷൻ. ഇനി നമുക്ക് വേണമെങ്കിൽ തിരിച്ചും ഇതാണെന്നും വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാം. ആ പ്രൂവാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, നോക്കിക്കോ, ആ പ്രൂഫ് നോക്കിക്കോ. ഇതേതാ, എ പ്ലസ് ബി ഇൻറ്റു എ സി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാം. എ പ്ലസ് ബി സി ആണെന്ന് നമ്മൾ തിരിച്ചും പ്രൂവ് ചെയ്യാനായിട്ട് പോവാം. ഇത് നമുക്ക് ആദ്യമേ എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെ തരുമ്പോൾ നമ്മൾ ആദ്യം ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റിനകത്ത് 2 കാര്യങ്ങൾ കിടക്കുന്നു. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, കണ്ടോ, എ ഇൻറ്റു എ സി അങ്ങനെ ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വന്നു, ഇങ്ങനെ വന്നു അല്ലേ. ഇനി ഇവിടെ നോക്കിക്കേ, എ ഇൻറ്റു എ എന്താ നമ്മൾ പഠിച്ചു, എ ആണ് അല്ലേ, എ ആണ്. എഗെയിൻ എ സി പ്ലസ് എ ബി പ്ലസ് ബി സി അവിടെ എഴുതി. ഇനി 2-നകത്ത് നോക്കി, എ കോമണാണ്. അപ്പോൾ എനിക്ക് പുറത്തെടുക്കാൻ മേലെ എനെ പുറത്തെടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ആരേ മിച്ചുള്ളൂ. എനെ പുറത്തെടുത്ത് പിന്നെ അവിടെ ആരേ ഉള്ളൂ, 1 ഉള്ളൂ. ഇവിടെ എനെ ഞാൻ പുറത്തെടുത്ത പിന്നെ ഇവിടെ ആരേ മിച്ചുള്ളൂ, സി എ മിച്ചുള്ളൂ. അപ്പോൾ എ ഇൻറ്റു 1 പ്ലസ് സി, ബാക്കി മിച്ചമുള്ള ആൾ എ ബി പ്ലസ് ബി സി ഞാൻ അവിടെ അതുപോലെ എഴുതി. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. അപ്പോൾ ഇവിടെ 1 പ്ലസ് സി എന്തായി പൊക്കോളും, 1 ആയി പൊക്കോളും അല്ലേ. ബാക്കി ഇനി മിച്ചം ഇവിടെ എ ഉണ്ട്, എ ബി പ്ലസ് ബി സി ഉണ്ട്. ഓക്കെ,
ഇനി എഗെയിൻ ഇത് രണ്ടും നോക്കിക്കേ, രണ്ടിനകത്ത് എഗെയിൻ എ കോമൺ ഉണ്ട്. അപ്പോൾ എനെ ഞാൻ പിന്നെയും പുറത്തെടുക്കുമ്പോൾ എനിക്ക് നോക്കി എ ഇൻറ്റു 1+b, എഗെയിൻ ഈ 1+bയുടെ ആ ടേം അങ്ങ് പൊക്കോളും. പിന്നെ ആര് മിച്ചമാളൂ? എ മിച്ചമുള്ളൂ. അപ്പോൾ a+b എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലേ? അത്രേ ഉള്ളൂ.